Good morning. After a clear explanation about the Human Genome Project, HGP, we got an idea about the entire base pairs present in the human chromosomes. Then after that information is applied for identifying the individuals. The differences in the base pairs are unique to every individual. So in each individual, the pattern of base pairs is different. Thus, this information is used to identify the individuals, and that technique is called DNA fingerprinting. So our next topic is DNA fingerprinting. You know the fingerprinting. This thumb impression is used to identify persons. In the same way, certain regions of DNA is used to identify the individuals, and that regions are called repetitive DNA. In Human Genome Project, we noticed that there are many areas in the DNA which are not used for the protein synthesis, but they are repeated many times. They are called repetitive DNA. This repetitive DNA is different in different individuals. So by taking the print of that repetitive DNA, we can identify the person. This is called DNA fingerprinting. Thus, identification of individuals by using the repetitive DNA is called DNA fingerprint. This repetitive DNA can be separated from the bulk DNA by density gradient centrifugation. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ നമ്മുടെ 23 ക്രോമസോമിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ബേസ് പെയേഴ്സ് അവയുടെ ഓർഡറിൽ കണ്ടുപിടിച്ചു. അത് ഓരോ ജീവിക്കും വ്യത്യസ്തമാണ്. മാത്രവുമല്ല, നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരുപാട് ഏരിയകൾ റിപ്പീറ്റ് ചെയ്തു വന്നത് നമ്മൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ കണ്ടു. അവർക്കാണ് റിപ്പീറ്റീവ് DNA എന്ന് പറയുക. ഈ റിപ്പീറ്റീവ് DNAകളും ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരാളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ആ റിപ്പീറ്റീവ് DNA സീക്വൻസ് നോക്കിയാൽ മതി. ഈ റിപ്പീറ്റീവ് DNA നമ്മുടെ ടോട്ടൽ DNAയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതിന് പറയുന്ന പ്രോസസ്സാണ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ. Thus, from the bulk DNA, repetitive units are separated by density gradient centrifugation, and such repetitive DNA are obtained as peaks, and they are called satellite DNA. They are called satellite DNA. ടോട്ടൽ DNAയിൽ നിന്ന് അല്ലെങ്കിൽ ബൾക്ക് DNAയിൽ നിന്ന് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ മുഖേന
സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന റിപ്പീറ്റേറ്റീവ് ഡി എൻ എകൾക്കാണ് സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് പറയുക. In that satellite DNA, there are many repetitive units. Density gradient centrifugation മുഖേന സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന റിപ്പീറ്റേറ്റീവ് യൂണിറ്റുകൾക്ക് സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് പറയും. മൊത്തത്തിൽ അവയെ സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് പറയും. അപ്പോൾ ആ സാറ്റലൈറ്റ് ഡി എൻ എയിൽ ഒരുപാട് റിപ്പീറ്റേറ്റീവ് യൂണിറ്റുകൾ ഉണ്ടാവും. That repetitive units present in the satellite DNA is different. They can be divided into many based on the base pair composition, adenine thymine rich or guanine cytosine rich, or based on the number of repeats or the length of repeated part. ഈ സാറ്റലൈറ്റ് ഡി എൻ എകളെ നമുക്ക് വ്യത്യസ്ത റിപ്പീറ്റേറ്റീവ് ഡി എൻ എകളാക്കി തിരിക്കാം. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ? 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഒന്നാമത്തത്, അതിലെ അഡിനിൻ തൈമിൻ റിച്ച്നെസ് അല്ലെങ്കിൽ ഗ്വാനിൻ സൈറ്റോസിൻ റിച്ച്നെസ് ബേസ്ഡ് ഓൺ ദി കോമ്പോസിഷൻ ഓഫ് ബേസ് പെയേഴ്സ്, വെദർ അഡിനിൻ തൈമിൻ ഈസ് റിച്ച് ഓർ ഗ്വാനിൻ സൈറ്റോസിൻ ഈസ് റിച്ച്. കൂടുതൽ അഡിനിൻ തൈമിൻ ആണോ അതല്ല ഗ്വാനിൻ സൈറ്റോസിൻ ആണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്ലി, ബേസ്ഡ് ഓൺ ദി ലെങ്ത് ഓഫ് റിപ്പീറ്റഡ് സെഗ്മെന്റ്, ആ റിപ്പീറ്റ് ചെയ്ത സെഗ്മെന്റിന്റെ ലെങ്ത്, അതിൽ 1000 ബേസ് പെയർ ആണുള്ളതെങ്കിൽ അവ ഒരു ഗ്രൂപ്പ്, 2000 ബേസ് പെയർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തതാണെങ്കിൽ അവ വേറെ ഗ്രൂപ്പ്. ഇതാണ് ബേസ്ഡ് ഓൺ ദി ലെങ്ത് ഓഫ് റിപ്പീറ്റഡ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ്, ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് റിപ്പീറ്റ്സ്, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരെണ്ണത്തിൽ ബേസ് പെയർ 1000 ആണുള്ളത്, പക്ഷേ ചിലത് ആ 1000 ഉള്ളത് 100 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ചിലതിൽ 200 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 3 പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ സാറ്റലൈറ്റ് ഡി എൻ എകളെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. ലൈക്ക് മിനി സാറ്റലൈറ്റ്സ് ആൻഡ് മൈക്രോ സാറ്റലൈറ്റ്. അതിൽ പ്രധാനപ്പെട്ട 2 എണ്ണമാണ് മിനി സാറ്റലൈറ്റും മൈക്രോ സാറ്റലൈറ്റും. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ഡി എൻ എയിൽ ഒരു ഫങ്ഷനും നിർവഹിക്കാത്ത കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു വരുന്ന കുറേ പാർട്ടുകളുണ്ട്. അവർക്കാണ് റിപ്പീറ്റേറ്റീവ് ഡി എൻ എ എന്ന് പറയുക. ആ റിപ്പീറ്റേറ്റീവ് ഡി എൻ എയെ നമ്മൾ നമ്മുടെ മൊത്തം ഡി എൻ എയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും സെൻട്രിഫ്യൂഗേഷൻ മുഖേന. അങ്ങനെ വേർതിരിച്ചെടുത്താൽ അതിൽ റിപ്പീറ്റേറ്റീവ് യൂണിറ്റുകൾ കുറെ ബൾക്ക് പീക്കിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. അവർക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് സാറ്റലൈറ്റ് ഡി എൻ എ. ആ സാറ്റലൈറ്റ് ഡി എൻ എയിൽ പലതും ഉണ്ടാവും. അവയെ പല ഗ്രൂപ്പുകളാക്കി തിരിക്കാം. ഏതുപോലെ മിനി സാറ്റലൈറ്റ്സ്, മൈക്രോ സാറ്റലൈറ്റ്സ് എക്സെട്ര. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തിരിക്കണത്? അവയിലെ അഡിനിൻ തൈമിൻ അല്ലെങ്കിൽ ഗുവാനിൻ സൈറ്റോസിൻ റിച്ച്നെസിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവയുടെ ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു വരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ. Among these, the mini satellites are used for DNA fingerprinting. സാധാരണ DNA ഫിംഗർ വേണ്ടിയിട്ട് മിനി സാറ്റലൈറ്റുകളാണ് ഉപയോഗിക്കുക. Thus, there are differences in the repetitive DNA. This
differences at genetic level is known as DNA polymorphism. DNA polymorphism. ജനറ്റിക് ലെവലിൽ എല്ലാവരും വ്യത്യസ്തമാണ്. ആ ജനറ്റിക് ലെവലിലുള്ള വ്യത്യാസങ്ങൾക്കാണ് DNA polymorphism എന്ന് പറയുക. This DNA polymorphism is due to mutation. Mutation in germ cells, either in sperms or in ova. If the mutation is occurring in the non-functional repetitive units, then it is transferred into the offspring. And through generation after generation, it is accumulated and become the cause for or reason for DNA polymorphism. ഇപ്പം ജനറ്റിക് ലെവലിൽ ജീവികൾ തമ്മിലുള്ള വ്യത്യാസത്തിനാണ് DNA പോളിമോർഫിസം എന്ന് പറയുക. നമ്മളൊക്കെ നമ്മുടെ DNA വ്യത്യസ്തമാണ്. ആ DNAയിലുള്ള വ്യത്യാസത്തിനാണ് DNA പോളിമോർഫിസം എന്ന് പറയും. ഇതെങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? ബൈ മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ്റെ ഫലമായി. അത് വലിയ മ്യൂട്ടേഷൻ നടന്നാൽ പിന്നെ സൈഗോട്ട് ഫോം ചെയ്യില്ല, കുഞ്ഞുങ്ങളുണ്ടാവില്ല. എന്നാൽ ചെറിയ മ്യൂട്ടേഷൻസ്, അതും ഫങ്ഷണൽ പാർട്ടല്ലാത്ത നോൺ ഫങ്ഷണൽ പാർട്ടായിട്ടുള്ള റിപ്പീറ്റേറ്റീവ് യൂണിറ്റുകളിലൊക്കെ മ്യൂട്ടേഷൻ സംഭവിച്ചു. ഏതിൻ്റെ? ജേം സെൽസിൻ്റെ. അങ്ങനെയാണെങ്കിൽ അത് കുഞ്ഞുങ്ങളിലേക്ക് പാസ് ചെയ്തു പോകും. അങ്ങനെ കുറേ ജനറേഷൻസ് പാസ് ചെയ്തു പോകും. അതിൻ്റെ ഇടയിലൊക്കെ മ്യൂട്ടേഷൻസ്, ചെറിയ മ്യൂട്ടേഷൻസ് സംഭവിക്കുകയാണെങ്കിൽ അതെല്ലാം കൂടെ ഒരുമിച്ചിങ്ങനെ വരും. അതൊരു പ്രത്യേക എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ അപ്പോഴാണ് അതിന് DNA പോളിമോർഫിസം എന്ന് പറയുക. ക്ലിയർ? ഓക്കെ. ദെൻ ദിസ് DNA പോളിമോർഫിസം ഈസ് ദി ബേസിസ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഈ പോളിമോർഫിസമാണ് DNA ഫിംഗർ പ്രിന്റിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. DNA ഫിംഗർ പ്രിന്റിംഗ് ഈസ് ഡെവലപ്ഡ് ബൈ അലക്സ് ജെഫ്രി. ആരാ സ്റ്റാർട്ട് ചെയ്തത്? ബൈ അലക്സ് ജെഫ്രി. It is developed by Alex Jeffrey. He used a satellite DNA as probe with a high degree of polymorphism, and it is called VNTR probe. VNTR probe. DNA fingerprinting ആദ്യമായി തുടങ്ങിയത് അലക്സ് ജെഫ്രിയാണ്. അലക്സ് ജെഫ്രി ഒരു സാറ്റലൈറ്റ് DNA പ്രോബായിട്ട് എടുത്തു. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ആ ഉപയോഗിച്ച സാറ്റലൈറ്റ് DNAയുടെ പ്രത്യേകത, അതിലെ പോളിമോർഫിസം വളരെ കൂടുതലാണ്, വ്യത്യാസങ്ങൾ നല്ലോണമുണ്ട്. അങ്ങനെയുള്ള ഹൈലി ഡിഫറൻറ്റ് സാറ്റലൈറ്റ് DNAക്കാണ് VNTR എന്ന് പറയുക. വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. Thus, by using variable number of tandem repeats as the probe, Alex Jeffrey produced the DNA fingerprint by the following methods. There are some methods for DNA fingerprinting, and it include first, isolation of DNA. ഫിംഗർ പ്രിന്റ് എടുക്കണമെങ്കിൽ DNA സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സെപ്പറേഷൻ ഓഫ് DNA ഫ്രം ദി സെൽ ഈസ് കോൾഡ് ഐസൊലേഷൻ ഓഫ് DNA. Then second is
that lengthy DNA is converted into small pieces by digestion with restriction endonuclease enzyme. So second is digestion with restriction endonuclease enzyme. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻസൈം, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. DNA ചില സ്പെസിഫിക് പോയിന്റിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന എൻസൈമുകൾക്കാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം എന്ന് പറയും. അതുപയോഗിച്ചിട്ട് ആ DNA ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റുന്നതിനാണ് ഡൈജഷൻ വിത്ത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയും. Then these fragments, DNA fragments, are separated by electrophoresis. So next is separation of fragments by electrophoresis. You have heard about electrophoresis in chemistry. It is a method used to separate the molecules based on their density, etc. Thus, after making them pieces, that pieces are separated by electrophoresis. Then fourth, transferring or blotting of that separated fragments into synthetic membrane like nitrocellulose or nylon. So fourth is blotting അല്ലെങ്കിൽ transferring, blotting the separated fragments on synthetic membrane like nitrocellulose or nylon. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ഫ്രാഗ്മെന്റുകളെ ഒരു നൈലോൺ ക്ലോത്തിലോ അല്ലെങ്കിൽ നൈട്രോസെല്ലുലോസ് പേപ്പറിലോ ഫിക്സ് ചെയ്യുന്നതിനാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുക. ബ്ലോട്ടിംഗ് ദി ഫ്രാഗ്മെന്റ്സ് ഓൺ നൈട്രോസെല്ലുലോസ്, ടിഷ്യൂ പേപ്പർ ഓർ നൈലോൺ. ദിസ് ഈസ് ദി ഫോർത്ത് സ്റ്റെപ്പ്. Then in the fifth step, these fragments are hybridized by using radio-labeled VNTR probe. ഈ സെപ്പറേറ്റ് ചെയ്ത പീസുകൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അവയെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റും ബൈ യൂസിങ് ആൽക്കലി. ഹൈഡ്രജൻ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റും. എന്നിട്ട് അവയെ വീണ്ടും ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റും. Then in the fifth step, that fixed single stranded fragments are made into double stranded one by a process called hybridization. Hybridization by using radio-labeled VNTR probe. അഞ്ചാമത്തെ കേസിൽ ഈ സെപ്പറേറ്റ് ചെയ്ത ഫ്രാഗ്മെന്റുകളെ ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റുക. അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന സ്ട്രാൻഡുകളുടെ പ്രത്യേകത അവ റേഡിയോ ലാബിൾഡ് ആയിരിക്കും. അതിൽ നിന്ന് റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള റേഡിയോ ലാബിൾഡ് സിന്തറ്റിക് VNTR, അതിലും ഒരുപാട് റിപ്പീറ്റേറ്റീവ് യൂണിറ്റുകൾ ഉണ്ടാവും. അവ ഉപയോഗിച്ചിട്ട് അവയെ ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റുക. ഇതിനാണ് ഹൈബ്രിഡൈസേഷൻ ബൈ യൂസിങ് ലാബിൾഡ് VNTR പ്രോബ് എന്ന് പറയും. ആൻഡ് ഇൻ ദി ലാസ്റ്റ് സ്റ്റെപ്പ്, after this, their photograph
can be taken by placing the plate in front of them, and it is called autoradiography. This last one is taking the print by autoradiography. The fingerprint is taken by autoradiography for the identification. So these are the steps used in DNA fingerprinting. ഒന്നാമത്തെ എന്താ, നമ്മൾ DNA ഒരു സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇതിനാണ് ഐസൊലേഷൻ എന്ന് പറയും. എന്നിട്ട് രണ്ടാമത്തേതിൽ എന്താക്കി, അവയെ പീസുകളാക്കി ബൈ യൂസിങ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. മൂന്നാമത്തെ കേസിൽ എന്ത് ചെയ്തു, ദേ ആർ സെപ്പറേറ്റഡ്, ആ പീസുകളെ സെപ്പറേറ്റ് ചെയ്തു ബൈ ഇലക്ട്രോഫോറസിസ്. ഇവിടെ ഒരുമിച്ചുള്ളത് ഇലക്ട്രോഫോറസിസ് മുഖേന അവയെ സെപ്പറേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഓൺ നൈട്രോസെല്ലുലോസ് പേപ്പർ ഓർ എ നൈലോൺ ക്ലോത്ത്. ഒരു നൈട്രോസെല്ലുലോസിൽ ഇവയെ ഫിക്സ് ചെയ്തു. അതിനാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുക. ഈ മെത്തേഡിന് സദേൺ ബ്ലോട്ടിംഗ് എന്ന് പറയും. അപ്പൊ അതിലത് ഒട്ടി നിന്നു, ഇനി അതിൽ നിന്ന് മിസ്സാവൂല. ഇതിന്റെ ഇടയിൽ നമ്മൾ ഈ പീസുകളെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റും. ആ സ്റ്റെപ്പ് നമ്മൾ ഇവിടുന്ന് അവോയ്ഡ് ചെയ്തോ, ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്. ഇവയെ ഇതിന്റെ ഇടക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റുന്നുണ്ട് ബൈ യൂസിങ് ആൽക്കലി. അപ്പൊ ഇതിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA പീസുകളാണ് ഈ അതിൽ ഫിക്സ് ചെയ്തത്. ഇനി അഞ്ചാമത്തെ കേസിൽ വീണ്ടും അവയെ നമ്മൾ എന്താക്കണം, ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റണം. അപ്പൊ ഇവിടെ നൈട്രോസെല്ലുലോസ് പേപ്പറാണ് അല്ലെങ്കിൽ നൈലോൺ ക്ലോത്തിലാണ്, അതിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി ബൈ യൂസിങ് ദി റേഡിയോ ലാബിൾഡ് VNTR പ്രോബ് ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു ഡബിൾ സ്റ്റാൻഡേർഡ്. ഇതിനെയൊക്കെ ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റി. ഈ VNTR അടങ്ങിയ ഒരു സൊല്യൂഷനിൽ ഇതിനെ കുറച്ചു നേരം മുക്കി വെച്ചാൽ അവയുടെ ബേസ് പെയറിംഗ് റൂൾ പ്രകാരം അല്ലെങ്കിൽ കോംപ്ലിമെന്റാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഹൈഡ്രജൻ ബോണ്ടിലൂടെ അവ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറും. ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ ഓരോ സ്ട്രാൻഡും ഡബിൾ ആയിലെ ഒരെണ്ണം റേഡിയോ ലാബിൾഡ് VNTR പ്രോബാണ്. അതുകൊണ്ട് അതിൽ നിന്ന് റേഡിയേഷൻ വന്നുകൊണ്ടിരിക്കും. ആ റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് ആറാമത്തെ സ്റ്റെപ്പില് ഇതിന്റെ പ്രിന്റ് നമ്മൾ എടുക്കും. ഓട്ടോ റേഡിയോഗ്രാഫി, വേറെ ഇതിന്റെ ആവശ്യമില്ല, അതിൽ നിന്ന് തന്നെ റേഡിയേഷൻ വരും. അതുകൊണ്ട് ഓട്ടോ റേഡിയോഗ്രാഫി ഉപയോഗിച്ചിട്ട് ഇതിന്റെ പ്രിന്റ് എടുക്കും. അതിനാണ് DNA ഫിംഗർ പ്രിന്റ് എന്ന് പറയുക. സ്റ്റെപ്പുകൾ ക്ലിയർ അല്ലേ? ഇതാണ് ഈ പാർട്ടിലെ ഒരു ഫോക്കസ് പോയിന്റ്, ഈ 6 സ്റ്റെപ്പുകൾ. അതുകൊണ്ട് 6 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഐസൊലേഷൻ, ഡൈജഷൻ, സെപ്പറേഷൻ, then blotting, hybridization and autoradiography. Thus from these fragments we separated the mini satellites. ഇതിന്ന് നമ്മൾ ടോട്ടൽ എടുക്കൂല, അതിന്റെ മിനി സാറ്റലൈറ്റുകളെ എടുക്കുള്ളൂ. അതും ഒരു ക്രോമസോമത്തെ മതി നമുക്ക് തിരിച്ചറിയാൻ. All the DNA present in total cells are same. നമ്മുടെ എല്ലാ സെല്ലുകളിലെയും ക്രോമസോമുകൾ അല്ലെങ്കിൽ DNA സെയിം ആണ്. അതുകൊണ്ട് ഏതെങ്കിലും സെൽ എടുത്താൽ മതി. Then for identifying a person,
we have to take the repetitive DNA from one chromosome. ഒരാളെ തിരിച്ചറിയാൻ വേണ്ടി അയാളുടെ ഫിംഗർ പ്രിന്റ് എടുക്കാൻ, DNA ഫിംഗർ പ്രിന്റ് എടുക്കാൻ ഒരു ക്രോമസോമിലെ റിപ്പീറ്റീവ് യൂണിറ്റുകൾ മതി. മനസ്സിലാക്കുക, ഒരു ക്രോമസോമിലെ കുറച്ച് റിപ്പീറ്റീവ് യൂണിറ്റുകളെ ഫിംഗർ പ്രിന്റ് എടുത്താൽ തന്നെ നമുക്ക് ആളുകളെ തിരിച്ചറിയാൻ പറ്റും. Then this fingerprint taken through autoradiography is different for different individuals except in Siamese or identical twins. ഈ ഫിംഗർ പ്രിന്റ് എല്ലാവർക്കും വ്യത്യാസമായിരിക്കും, പക്ഷേ ഐഡന്റിക്കൽ ട്വിൻസിൽ രണ്ടുപേർക്കും സെയിം ആയിരിക്കും, ബാക്കി എല്ലാവർക്കും ഡിഫറൻസ് ആയിരിക്കും. സോ ബൈ ദിസ് വി ക്യാൻ ഐഡന്റിഫൈ ദി ഇൻഡിവിജ്വൽസ്. ക്ലിയർ ആയോ? ബൈ നോട്ടിംഗ് ദി ലെങ്ത് ഓഫ് ദിസ് പ്രിന്റ് and their characteristic features, we can identify this from others. ഈ ബാൻഡുകളെ, അപ്പൊ ഇവിടെ റിപ്പീറ്റീവ് DNA ഓരോ ബാൻഡുകളായിട്ടാണ് നമ്മൾ പ്രിന്റ് എടുത്തത്. നമുക്കതില് നൈട്രജൻ ബേസുകളുടെ സീക്വൻഷ്യൽ ഓർഡർ ഒന്നും കിട്ടണ്ട. ആ റിപ്പീറ്റീവ് മിനി സാറ്റലൈറ്റുകളുടെ ലെങ്ത് ഓരോ ബാൻഡുകളായിട്ടാണ് ഫിംഗർ പ്രിന്റിൽ കിട്ടുക. അതിൻ്റെ ലെങ്ത്, അതിൻ്റെ ചില പ്രത്യേകതകൾ നോക്കിക്കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതിനാണ് DNA ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത്. ദിസ് DNA ഫിംഗർ പ്രിന്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ ഫോറൻസിക് സയൻസ്. എന്താ ഫോറൻസിക് സയൻസ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? കുറ്റവാളികളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അവയുടെ DNA ഫിംഗർ പ്രിന്റ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതാണ് DNA ഫിംഗർ പ്രിന്റിന്റെ ഒരു ഉപയോഗം. യൂസ്ഡ് ഇൻ ഫോറൻസിക് സയൻസ് ടു ഐഡന്റിഫൈ ദി ക്രിമിനൽസ്. സെക്കൻഡ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദി ഫാദർ ഇൻ പറ്റേണിറ്റി ഡിസ്പ്യൂട്ട്സ്. ചില കുഞ്ഞുങ്ങളുടെ കേസിൽ പാരന്റില് ഫാദർ ആരാന്നുള്ളതിൽ തർക്കം ഉണ്ടാവും. ഇതിനാണ് പറ്റേണിറ്റി ഡിസ്പ്യൂട്ട് എന്ന് പറയുക. അങ്ങനെയുള്ള കേസിൽ കുഞ്ഞിൻ്റെ ഫാദർ ആരാന്ന് എന്ന് കൃത്യമായി കണ്ടുപിടിക്കാനും DNA ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കും. ദിസ് ഈസ് ആൾസോ യൂസ്ഡ് ടു ഐഡന്റിഫൈ ആൻ ആനിമൽ ടു ഇൻക്ലൂഡ് ഇൻ സ്പെസിഫിക് ഗ്രൂപ്പ്സ്. പുതിയ ഒരു ജീവിയെ കിട്ടിയാൽ അതിനെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തണമെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ അവയുടെ DNA ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കും. സോ ദീസ് ആർ ദി യൂസസ് ഓഫ് DNA ഫിംഗർ പ്രിന്റ്. ഈ യൂസുകളിൽ രണ്ടെണ്ണം നിർബന്ധമായും പഠിച്ചിരിക്കണം. അതും ഫോക്കസ് പോയിന്റിൽ വരുന്നതാണ്. ഒന്ന്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫോറൻസിക് സയൻസ്. സെക്കൻഡ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പറ്റേണിറ്റി ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ നമുക്കൊരു ക്രൈം ഏരിയയിൽ നിന്ന് ഒരു തെളിവ് കിട്ടി, ഒരു ഡ്രോപ്പ് ബ്ലഡ് കിട്ടിയെന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു DNA ഫിംഗർ പ്രിന്റ് നമ്മൾ എടുത്തു. ഇനി കുറ്റവാളികളുണ്ട് 4-5 പേര്. അപ്പൊ ഈ രക്തം അവരുടെ ആരുതാന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അവരുടെ ബ്ലഡ് എടുത്തിട്ട്, സെല്ലെടുത്തിട്ട് അതിൽ നിന്നും DNA ഫിംഗർ പ്രിന്റിങ് നടത്തിയാൽ മതി. അതിൽ ആരുമായിട്ടാണ് സാമ്യം എന്ന് നോക്കിയാൽ നമുക്ക് കുറ്റവാളി ആരാ എന്ന് തിരിച്ചറിയാൻ പറ്റും. അതാണ് ആ ഡയഗ്രത്തിൽ സൂചിപ്പിച്ചത്. അപ്പോൾ ആ ഡയഗ്രം ശ്രദ്ധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് അബൌട്ട് അവർ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇൻ ജെനറ്റിക്സ്, ദി മോളിക്യുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ക്ലിയർ? ഓക്കെ, താങ്ക് യു.